സിനിമാ പ്രാന്തറിൽ നിന്ന് കൂടെ ഉള്ളത് സിറാജ് ആണ്, സിറാജുദ്ദീൻ. യെസ്, വെൽക്കം ടു സിനിമാ പ്രാന്തർ. ഏറ്റവും വലിയ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ മമ്മൂക്ക മെസ്സേജ് അയച്ചു, ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ ചെന്നൈയിൽ പ്രിവ്യൂ കഴിഞ്ഞ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മെസ്സേജ് വന്നു. ഞാൻ എയർപോർട്ടിൽ കിടന്ന് ഓടി. നമുക്ക് മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞ് ആ പെറ്റ്സ് നമുക്കൊരു പേരൻ്റ് എന്നുള്ള രീതിയിൽ തരുന്ന സ്നേഹം ഭയങ്കര ബ്യൂട്ടിഫുൾ പ്യുവർ ലവ് ആണ്. സിനിമ മോഹിച്ച് എറണാകുളത്ത് വന്ന് നിന്ന സമയത്ത് ഒരു പീരീഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കോൾസ് ഒന്നും വരാണ്ടായി. ഇനി അങ്ങോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ നിൽക്കുന്ന സിറ്റുവേഷനിലൊക്കെ പിന്നെ ഞാൻ കൊണ്ടല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം കൊണ്ടലിൽ വേറൊരു അപ്പിയറൻസ് ആണല്ലോ, ഇവിടെ വേറൊരു മേക്കിംഗ് ആയിരുന്നു. ഇവിടെ പോലീസുകാരനാണോ, നേരെ അപ്പുറത്ത് പോയി ഞാൻ മുക്കുവാനാകണം. നമ്മളൊരു കാര്യം ചെയ്യുന്ന എന്നിട്ട് ഓഡിയൻസിൽ നിന്ന് കൈയടിക്കുന്നത് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷവും ആ ഒരു കിക്കും എനിക്ക് തോന്നുന്നു അതിങ്ങനെ കിട്ടി അതങ്ങ് ഉറച്ചതാണെന്ന് തോന്നുന്നു. അപ്പോൾ പുള്ളി രാവിലെ ലാൻഡ് ഫോണിലോട്ട് കോൾ ചെയ്യുന്നു. അപ്പം ഞാനിങ്ങനെ ഉമ്മ വന്ന് എടുക്കണം. സിറാജിൻ്റെ വീടാണോ? അതെ. ഞാൻ ജയറാമാണ്, സിനിമയിൽ നിന്നാണ്. സിറാജിനെ സിനിമയിൽ എടുക്കുക. അപ്പോൾ ഉമ്മ ജയറാമായിട്ട് വിളിക്കപ്പെടാ നിന്നെ സിനിമയിലായിട്ടെടുത്ത്. റിജക്ഷൻ എനിക്ക് ഇച്ചിരി പേടിയായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോഴും പേടിയാണ് റിജക്ഷൻ. നല്ലൊരു റൊമാൻറ്റിക് ഹീറോ ലുക്ക് ഉണ്ട്. ആണോ? എനിക്ക് വലിയ സിനിമാ പ്രാന്തറിൽ നിന്ന് കൂടെ ഉള്ളത് സിറാജ് ആണ്, സിറാജുദ്ദീൻ. യെസ്, വെൽക്കം ടു സിനിമാ പ്രാന്തർ. ഒരുപാട് കഷ്ടപ്പെട്ട് ചാൻസ് ഒക്കെ ചോദിച്ച് സിനിമയിൽ വന്ന ഒരാളാണ്. പക്ഷെ നമുക്കറിയാം അഭിനയിച്ചിട്ടുള്ള ഓരോ ക്യാരക്ടേഴ്സും അതെല്ലാം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, പ്രേക്ഷകരിലേക്ക് എല്ലാം എത്തിയിട്ടുണ്ട്. സോ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളത് കേരള ക്രൈം ഫയൽസ്. ഇത്രയും നാളും കാണാൻ വേണ്ടി പ്രേക്ഷകർക്കുള്ളൊരു സമയം കൊടുത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ലേറ്റ് ആയിട്ടാണ് എല്ലാവരുടെയും കാസ്റ്റ് ആൻഡ് ക്രൂ കുറേ പേരുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടാണ് സിറാജിൻ്റെ ഇപ്പോൾ ഇൻ്റർവ്യൂസിനെ വന്നു തുടങ്ങാൻ പോകുന്നുള്ളൂ. സോ എല്ലാവരും ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടു കഴിഞ്ഞു. എങ്ങനെയുണ്ട് ആദ്യം ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഇന്നലെ ടോപ്പ് 10-ൽ ഫസ്റ്റ് എത്തിയിട്ടുണ്ട്. അതെ അതെ. എങ്ങനെയുണ്ട് അപ്പം ആ ഒരു ജെയ്സ്മോൻ എന്നൊരു കഥാപാത്രം അതിന് കിട്ടുന്ന റെസ്പോൺസ് തന്നെ എങ്ങനെയുണ്ട്? ഭയങ്കര സന്തോഷം. ഏറ്റവും വലിയ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ മമ്മൂക്ക മെസ്സേജ് അയച്ചു, ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ ചെന്നൈയിൽ പ്രിവ്യൂ കഴിഞ്ഞ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മെസ്സേജ് വന്നു. ഞാൻ എയർപോർട്ടിൽ കിടന്ന് ഓടി. മമ്മൂക്ക മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എൻ്റെ ലൈഫിൽ ഭയങ്കര വലിയൊരു മൊമെൻ്റ് ആയിരുന്നു അത്. പിന്നെ ഒരുപാട് നല്ല സിനിമയിൽ നിന്ന് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ സാറൊക്കെ വിളിച്ചിരുന്നു, ഭയങ്കര അഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ഓരോരുത്തരും നമ്മൾ ചെയ്ത വർക്ക് കണ്ടിട്ട് ഭയങ്കര നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ആ സന്തോഷം ഇപ്പം അടിപൊളിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഈ ജെയ്സ്മോൻ എന്ന കഥാപാത്രം എപ്പോഴും ഒരു ടോപ്പ് ഫേവറേറ്റിൽ തന്നെ ഉണ്ടാവുമോ? അല്ല, ചെയ്തെല്ലാം നമുക്ക് ഫേവറേറ്റ് ആണ്. ഇത് കുറച്ചും കൂടെ നമുക്ക് ആൾക്കാരിലോട്ട് എത്തുന്നതും അവരിൽ നിന്ന് ഒരുപാട് നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കേരള ക്രൈം ഫയൽസിലാണെന്ന് തോന്നുന്നു. അതിന് മുന്നേ ആഡിയക്സ് ഉണ്ടായിരുന്നു. നമുക്ക് ആൾക്കാരിലോട്ട് എത്രമാത്രം നമ്മൾ ചെയ്ത വർക്ക് എത്തുന്നോ അതനുസരിച്ചുള്ള അപ്രിസിയേഷൻസ് നമുക്ക് ആൾക്കാരിൽ നിന്ന് കിട്ടുമല്ലോ. അങ്ങനെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് അങ്ങനെ ഇല്ല. ചെയ്തെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സ്, ഇഷ്ടപ്പെട്ട് തന്നെ ചെയ്തതല്ല. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെറ്റ് ലവർ അല്ലെ ഒരു ഡോഗ് ലവർ എന്നുള്ളൊരു ക്യാരക്ടറാണ് ജെയ്സ്മോൻ എന്ന കഥാപാത്രം. അങ്ങനെയാണ്. അപ്പം സിറാജിന്റെ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയാണ്? ഒരു ഡോഗ് ലവർ ആണോ? പിന്നെ എനിക്ക് എല്ലാ ജീവജാലങ്ങളെയും ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ പോലെ ഹാൻഡ് ഫീഡ് ചെയ്ത് ബേർഡ്സിനെയൊക്കെ വളർത്തിയിട്ടുണ്ട്. എനിക്ക് ആ പെറ്റ്സ് നമുക്കൊരു പേരൻ്റ് എന്നുള്ള രീതിയിൽ തരുന്ന സ്നേഹം ഭയങ്കര ബ്യൂട്ടിഫുൾ പ്യുവർ ലവ് ആണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി. എനിക്കതുകൊണ്ട് ഡോഗ്സിനെ ഞാൻ വളർത്തിയിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷെ എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഫ്രണ്ട്സിനും ഡോഗ്സ് ഉണ്ട്. അങ്ങനെ ഒരു പേടി അങ്ങനെ ഒന്നും ഇല്ല ഡോഗ്സിനോട്. ഭയങ്കര ഇഷ്ടം മാത്രമേ ഉള്ളൂ. കാരണം അവർ തരുന്നത് പ്യുവർ ലവ് ആണല്ലോ. അപ്പൊ ഇതിലെ ഡോഗ്സ് ആയിട്ടുള്ള കോമ്പിനേഷൻ സീനൊക്കെ ചെയ്തപ്പം ഇപ്പൊ ടെറി ആയിട്ടുള്ള ഒരു മെമ്മറി കാണിക്കുന്നുണ്ടല്ലോ, രണ്ടുപേരോടെ കളിക്കുന്ന ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ. അപ്പം ടെറി എങ്ങനെ ഉണ്ടായിരുന്നു റിയൽ ലൈഫിലൊക്കെ വന്നപ്പോൾ? ടെറി അടിപൊളിയാണ്. ശരിക്കും പേര് സിംബാന്ന്. സിംബ. അടിപൊളി മെമ്പറാ ടെറി. എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ ടെറി ആയിട്ടുള്ള, കാരണം ഞങ്ങളെ കുറച്ച് ഓൾറെഡി ട്രെയിനർ ഉണ്ട് സിംബാക്ക്. പക്ഷെ ഞങ്ങളെ കുറച്ച് നേരം ഫ്രീ ആയിട്ട് വിട്ടിരുന്നു ഫസ്റ്റ് ഡേ ഒന്ന് മിങ്കിളാകാൻ വേണ്ടിയിട്ട്. അപ്പൊ തന്നെ ഞങ്ങൾ അടിപൊളിയായി. നല്ല മെമ്പറാ സിംബ. അതെ. എനിക്ക് ഇത് കണ്ടപ്പം ഇപ്പം എല്ലാ സിനിമ ഇപ്പം അഭിനയിക്കുന്ന സിനിമകളാണല്ലോ ഇപ്പം ഫസ്റ്റ് സീരീസ് ഇതാണല്ലേ? അല്ല, ഞാൻ 1000 ബേബീസ്. അതെ, അതിൽ ബിബിൻ അത് വിട്ടുപോയി. അതുകൊണ്ട് ഇതുകൊണ്ട് ഓക്കെ. ഇതിൽ എനിക്ക് കണ്ടപ്പം കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് തോന്നിയത്
സ്പോയിലർ ചെറിയ രീതിയിൽ വരുന്നുണ്ട് ഓഡിയൻസിനോട്, അപ്പം കണ്ടവർ മാത്രം ബാക്കി കാണുക. ഓക്കെ, ഇതിൽ കണ്ടപ്പം ആ ഫാനിൽ ഹാങ് ചെയ്തിട്ടുള്ള ഒരു സീനുണ്ട്, അത് കറങ്ങുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സീക്വൻസ് എങ്ങനെയായിരുന്നു ഷൂട്ട് ചെയ്തത്? ശരിക്കും ഹാങ് ചെയ്തിട്ട് തന്നെ ഷൂട്ട് ചെയ്യായിരുന്നു. അത് ഭയങ്കര ഇത്തിരി പ്രശ്നമായിരുന്നു അത് ഷൂട്ട് ചെയ്യാൻ. കാരണം ഫാനിൽ എന്തുമാത്രം നമ്മൾ ലോഡ് താങ്ങും. പിന്നെ അത് ഈ നമുക്ക് സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ടല്ലോ, കൊറിയോഗ്രാഫറൊക്കെ ഉള്ളതുകൊണ്ട് അവരുടേതായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ കുറേ നേരം തൂങ്ങി കിടക്കേണ്ടി വന്നു, കുറേ നേരം കിടക്കേണ്ടി വന്നു. കാരണം അത് ഇച്ചിരി പ്രശ്നമായിരുന്നു ആ സീൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ഒന്നാമത് ചെറിയൊരു സ്പേസ് ആണ്, ചെറിയൊരു വീടാണ്, അവിടെ അത്രയും പേര് നിൽക്കുന്നു, ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷെ നല്ല എൻജോയ് ചെയ്ത് തന്നെ ഷൂട്ട് ചെയ്തല്ല. രാത്രിയാകുമ്പോൾ നല്ല കൊതുകുമായിരുന്നു അവിടെ. ശരിക്കും മറ്റേ ഏതാ സ്ഥലത്തിൻ്റെ പേര്, വൈപ്പിനിലായിരുന്നു. ഭയങ്കര കൊതുകായിരുന്നു, അല്ല വലിയ കൊതുകുകളായിരുന്നു. അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ എന്നാലും എൻജോയ് തന്നെ ഷൂട്ട് ചെയ്തല്ലേ. അപ്പോൾ അത് എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഹാങ് ചെയ്യാനായിട്ടും ഒക്കെ വേണ്ടി വന്നേ? നോർമൽ നമ്മളങ്ങനെ നമുക്ക് ഒരു ബെൽറ്റും ബോഡിയിൽ ബെൽറ്റും പരിപാടിയൊക്കെ ഉണ്ടാവും. ഫുൾ സേഫ്റ്റിയിലൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. ശരിക്കും നമ്മൾ ഇങ്ങനെ ഹാങ് ചെയ്ത സീനൊക്കെ ഷൂട്ട് ചെയ്യുന്നതിനൊരു പ്രത്യേക രീതി ഉണ്ട്. അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് ടെക്നിക്കലി അറിയില്ല. അതുപോലെ തന്നെ അത് ഷൂട്ട് ചെയ്തു. നമ്മൾ ഈ ലോ ബഡ്ജറ്റിൽ ഞങ്ങളൊക്കെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ. അത് വളരെ ഇപ്പൊ ഷോളൊക്കെ കണ്ടിട്ടൊക്കെയാണ് ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് ഫുൾ സേഫ്റ്റിയില് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് തന്നെ ഷൂട്ട് ചെയ്തു. അപ്പൊ ഈ ഒരു ഇതില് കഥാപാത്രത്തിലേക്ക് അല്ലെങ്കിൽ അഹമ്മദ് കബീറിലേക്കും ഒക്കെ എത്തിയത് എങ്ങനെയായിരുന്നു? അഹമ്മദ്ക്കാരത്ത് ഞാൻ പണ്ട് ഇവിടെ സിനിമ മോഹിച്ച് എറണാകുളത്ത് വന്ന് നിന്ന സമയത്ത് ഒരു പീരീഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കോൾസ് ഒന്നും വരാണ്ടായി. നമുക്ക് ഇനി അങ്ങോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുന്ന സിറ്റുവേഷനിലൊക്കെ ആരെങ്കിലുമൊക്കെ വിളിക്കുക എന്നുള്ളത് ഓപ്ഷൻ ഇല്ലല്ലോ. നമുക്ക് ഡയറക്ടേഴ്സിനെ ആരെങ്കിലും വിളിക്കണം, നമുക്ക് അവസരം ചോദിക്കണം. പക്ഷെ അതെങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സെന്ന് ഒരു ഐഡിയ ഇല്ല. എങ്ങനെ വിളിച്ചവരെന്താ ചിന്തിക്കുക എന്നൊക്കെ ഉള്ളൊരു തോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അഹമ്മദിക്ക് ജൂണൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എനിക്ക് ആകെ പുറത്തുനിന്ന് അറിയാത്ത ഒരാളുടെ ഡയറക്ടർ അല്ലെ ഉള്ള നമ്പർ ഉള്ളത് അഹമ്മദിക്കയുടെ ആയിരുന്നു. അപ്പോൾ പരിചയമില്ലാത്ത ഒരാൾ അഹമ്മദിക്കയെ തന്നെ വിളിക്കാം. ആ ഒരു ഇതിൽ ഞാൻ അഹമ്മദിക്കെ വിളിച്ചു. അഹമ്മദിക്ക് ഇതുപോലെയാണ് അവസ്ഥയാണ്, പ്രശ്നത്തിലൊക്കെയാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കളി അവിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ആ സമയത്ത്. അപ്പോൾ ഇങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇക്ക കുറേ സങ്കടം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കുറേ സങ്കടം ഇക്കാടുത്തും പറഞ്ഞു. പക്ഷേ ഇക്ക പറഞ്ഞു ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വിളിക്കാടാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, ഞങ്ങളും ഇങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ഓക്കെ. അങ്ങനെ നേരെ ഇക്കടുത്ത് ചെന്നു, അങ്ങനെ ചെയ്ത് അവിടെ ചെന്ന് കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണേലും ചെയ്യാം, ഒരു കുഴപ്പമില്ല, നമുക്ക് കഥയൊന്നും കേൾക്കണ്ട, എന്താണെങ്കിലും നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഇത് നീ കേൾക്കണം, നീ കുറച്ച് ചെയ്യാനുണ്ട്, വെറുതെ ചെയ്യേണ്ടതല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ശരി ഓക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴൊന്നും എനിക്കിതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ലായിരുന്നു. ഇത്രയും ഡെപ്തുള്ള എനിക്ക് ഫുൾ സ്ക്രിപ്റ്റ് ഒന്നും പറയുന്നില്ല, ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. ജെയ്സ്മോൻ്റെ ക്യാരക്ടറിനെ പറ്റി പറഞ്ഞു പോയതുള്ളൂ. അങ്ങനെ ഇന്നായി ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ കൊണ്ടല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം കൊണ്ടലിൽ വേറൊരു അപ്പിയറൻസ് ആണല്ലോ, വേറൊരു മേക്കിംഗ് ആണ്. ഇവിടെ വേറൊരു മേക്കിംഗ് ആയിരുന്നു. ഇവിടെ പോലീസുകാരനാണോ, നേരെ അപ്പുറത്ത് പോയി ഞാൻ മുക്കുവാനാകണോ, ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരേ ടൈമിൽ രണ്ടും ഷൂട്ട് ചെയ്തത്. അപ്പം എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് അവിടെ പോകുമ്പോൾ ഒരു പോലീസുകാരനാണോ, അപ്പോൾ മേക്കപ്പിൻ്റെ ഒക്കെ പ്രശ്നം വന്നപ്പോൾ ഞാൻ പേഴ്സണലി ചിന്തിച്ചു നമ്മൾ കാരണം ഒരു ക്രൂ പ്രശ്നത്തിലായിരുന്നു. കാരണം കൊണ്ടലിലെ ക്രൂ എന്ന് പറഞ്ഞാൽ രാവിലെ കയറി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം നമ്മൾ ബോട്ടിൽ നിന്ന് പുറത്തിറങ്ങുള്ളൂ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇടയ്ക്കൊന്നും പോയി വന്ന് നിൽക്കാനൊന്നും പറ്റില്ല. എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഷൂട്ടുണ്ട്, ആർട്ടിസ്റ്റുകൾ എല്ലാവരും ബോട്ടിലുണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെ പോകുന്നൊരു ഷൂട്ട് അപ്പുറത്ത്, ഇവിടെ ഇങ്ങനെ. അപ്പോൾ എനിക്കിത് രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അവസാനം എൻ്റെ കയ്യിൽ നിന്ന് ജെയ്സ്മോൻ ഓൾമോസ്റ്റ് അവരടുത്ത ഓപ്ഷനൊക്കെ നോക്കി തുടങ്ങി. കാരണം എനിക്ക് ഡേറ്റിൻ്റെ പ്രശ്നം വന്നതുകൊണ്ട്. അപ്പോൾ എന്നെ ഇതിൽ നമ്മുടെ കേരള ക്രൈം ഫീൽഡ്സിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് എടാ നീ മാറുവാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, ആര് പറഞ്ഞു? ഇവിടെ വേറെ ആളോ ഓപ്ഷൻസ് ഒക്കെ നോക്കി തുടങ്ങി. അപ്പോഴും എനിക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല. അവസാനം ഞാൻ ഞങ്ങളുടെ മേക്കപ്പിലെ അമലേട്ടൻ എന്ന് പറഞ്ഞ മേക്കപ്പ് മാൻ ഉണ്ട്. അപ്പോൾ അമലേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അമലേട്ടൻ ഇങ്ങനെയാണ് പ്രശ്നം, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലെന്ന് പറഞ്ഞു. എടി ഇത് ഞങ്ങളുടെ പണിയാ, നീ നിന്റെ പണി പോയി ചെയ്യ്, അതൊന്നും നീ നോക്കണ്ട, നീ നിന്റെ കാര്യങ്ങൾ നോക്കിയോ, മേക്കപ്പിൻ്റെ പരിപാടി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അമലേട്ടൻ തന്നൊരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് ഞാൻ അങ്ങനെയാണെങ്കിൽ ഓക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ ഭയങ്കര ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരുന്നു അത്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നൊന്ന് ചെയ്ത്. എനിക്ക് ശരിക്കും ഇവിടെ 4-5 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ കേരള ക്രൈം ഫീൽഡ്സിൽ.
പക്ഷെ 5 ദിവസം മാറി നിന്നത് ഇച്ചിരി പ്രശ്നമായിരുന്നു. ഒരേ ദിവസം തന്നെ നമ്മള് ഇപ്പുറത്തെ എന്റെ മുടിയൊക്കെ ചെമ്പിച്ച് വലിയ മീശയൊക്കെ വെച്ചിട്ട് താടിയൊക്കെ വെച്ചിട്ടായിരുന്നു. ഇവിടെ വരുമ്പോ കൊമ്പ മീശയൊക്കെ കട്ട് ചെയ്യണം, താടിയും ഷേവ് ചെയ്യണം. പിന്നെ ഇവിടെ വരുമ്പോ കുറെ നേരം നമ്മൾ ഇരുന്ന് കൊടുക്കണം. ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ എൻജോയ് ചെയ്തു ഭയങ്കരമായിട്ട്. നമ്മൾ ആഗ്രഹിച്ചാണല്ലോ അങ്ങനെ ഭയങ്കര ബിസി ആയിട്ട് വർക്കുകൾ പോകണം, ഷെഡ്യൂൾ ചെയ്ത് ഷൂട്ടിംഗ് നടക്കണമെന്നൊക്കെ പണ്ടൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് എൻജോയ് തന്നെ ചെയ്ത്. പക്ഷെ ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ചെറുതായിട്ടുണ്ടായിരുന്നു. ഇതിൽ ഇത്രയും ഒരു ഇമ്പാക്ട് ഉള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന് എപ്പോഴാണ് മനസ്സിലായത്? അതെന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല ഇത്ര ഇമ്പാക്റ്റ് ഉള്ള ക്യാരക്ടറാണ് ചെയ്യണേ, മെയിൻ ഒരു പരിപാടിയാ ചെയ്യുന്നതെന്നുള്ളത് ഉള്ളിലുണ്ട്. പക്ഷെ ഞാനത് അങ്ങനെ റിയലൈസ് ചെയ്തില്ല. അങ്ങനെ റിയലൈസ് ചെയ്താൽ കുറച്ചും കൂടെ നമ്മൾ കോൺഷ്യസ് ആയി പോകുമല്ലോ എന്നൊക്കെ ഉള്ളൊരു പേടിയായി പോയി. പക്ഷെ കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിട്ട് വന്നു. സന്തോഷം, ഭയങ്കര സന്തോഷം. ഈ അഭിനയം എന്നുള്ളൊരാഗ്രഹം ഇപ്പം എവിടെ നിന്നാണ്? ഇപ്പം ഞാൻ വേറെ ഇന്റർവ്യൂസിൽ കണ്ടു, ഒരുപാട് നമുക്ക് ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ എങ്കിലും ആ ഒരു ആഗ്രഹം സ്റ്റാർട്ട് ചെയ്യുന്നൊരു മൊമെന്റ് ഉണ്ടല്ലോ, എനിക്കൊരു നടനാവണം എന്ന് വിചാരിച്ച് തുടങ്ങിയത്, ഇതിലേക്ക് തന്നെ ഞാൻ ഇറങ്ങിത്തിരിക്കാൻ പോവാന്ന് തീരുമാനിച്ചൊരു മൊമെന്റ്. അത് എന്റെ ലൈഫിൽ ഒരുപാട് മൊമെന്റ്സ് അങ്ങനെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതാണ് ആദ്യം എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഒരുപാട് ചെറുപ്പം മുതലേ ആഗ്രഹം. പിന്നെ ഉറപ്പില്ല, സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ എനിക്ക് തോന്നുന്നു. ഞാൻ 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പെർഫോം ചെയ്ത് തുടങ്ങി സ്റ്റേജിലൊക്കെ. അവിടെ തൊട്ടേ അഭിനയം, പെർഫോമർ ആവുക. നമുക്കിങ്ങനെ നമ്മളൊരു കാര്യം ചെയ്യുന്ന കണ്ടിട്ട് ഓഡിയൻസിൽ നിന്ന് കൈയടിക്കുന്നത് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷവും ആ ഒരു കിക്കും എനിക്ക് തോന്നുന്നു അതിങ്ങനെ കിട്ടി അതങ്ങ് ഉറച്ചതാണെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങനെ ആൾക്കാർ നല്ലതാണെന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഭയങ്കര സന്തോഷം. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതങ്ങ് ഉറച്ചു മനസ്സിൽ. പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയി ചെയ്യാൻ പറ്റും. പിന്നെ ഭയങ്കര സന്തോഷം കിട്ടി തുടങ്ങി ഇത് ചെയ്യുന്ന സമയത്ത്. നമ്മൾ അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാകുമ്പോൾ അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോഴൊക്കെ ഒരു ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യുന്നു. ഞാൻ ഉറപ്പിച്ചു. ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്ന എപ്പോഴായിരുന്നു? ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്നത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഇവിടെ ഞങ്ങളുടെ വീടിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഷൂട്ട് നടക്കുന്നു. ഞാൻ 10th ട്യൂഷൻ രാവിലെ ഇറങ്ങിയപ്പോൾ അവിടെ ഷൂട്ടിംഗ് വണ്ടികളൊക്കെ കിടക്കുമ്പോൾ ഞാൻ പോയി ചോദിച്ചു, ചേട്ടാ ഷൂട്ടിംഗ് ആണോ? ആ ഷൂട്ടിംഗ് ആണ്. ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ വണ്ടി സൈക്കിൾ വളച്ച് നേരെ തിരിച്ച് ട്യൂഷന് പോയില്ല, നേരെ വീട്ടിൽ പോയി പുതിയൊരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ ഇറങ്ങാൻ വേണ്ടി ഇപ്പോൾ ഉമ്മ എന്ന് ചോദിച്ചു, നീ അവിടെ പോകണം? ഞാൻ അവിടെ ഷൂട്ടിംഗ് നടക്കുന്നു, ചിലപ്പോൾ ചോദിച്ചാലോ അവസരം വല്ലതും വേണമെന്ന് ചോദിച്ചാലോ എന്ന് വിചാരിച്ചു. എൻ്റെ ചേട്ടനും വന്നു കൂടെ. എന്നാൽ ഒറ്റക്ക് കൊണ്ട് ഞാനും വരാമെന്ന് പറഞ്ഞു. പുള്ളിയും വന്നു. ഞങ്ങൾ നേരെ ലൊക്കേഷൻ്റെ അവിടെ പോയി നിന്നപ്പം ഞാൻ ഉമ്മ അടുത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആരോ ആണെന്ന് തോന്നുന്നു, ഇങ്ങനെ വന്ന് ചോദിച്ചു, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? ഞാൻ അപ്പോൾ ഞാൻ വീട്ടിൽ ഇരുന്ന് ഇതാണല്ലോ പറഞ്ഞത്. പറഞ്ഞാൽ ഉണ്ട്, സൈക്കിളുണ്ടോ? ഞാൻ പറഞ്ഞാൽ സൈക്കിളുണ്ട്. അപ്പോൾ അവർക്ക് മറ്റേ ഒരു കോളേജ് ഫീല് വേണമായിരുന്നു. അങ്ങനെ സൈക്കിള്, എൻ്റെ ചേട്ടൻ്റെ സൈക്കിളൊക്കെ എടുത്ത് കയറ്റി ഞങ്ങളവിടെ നിന്നു. അന്ന് മറ്റേ ഫിലിം ക്യാമറ ആയിരുന്നു. അങ്ങനെ അവിടെ വെച്ചിട്ട് ഭരതൻ എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ബിജു മേനോനൊക്കെ അഭിനയിച്ചൊരു പടം. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കോളേജിൽ സ്റ്റുഡൻ്റ് ആയിട്ട് കോളേജ് ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഇരുന്നു. ആ സീനിലുണ്ട്, അതൊക്കെ സിനിമയിലുണ്ട്. അതായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്. പിന്നെ അവിടുന്ന് എനിക്കൊരു ജൂനിയറായിട്ട് സപ്ലയറിനെ കിട്ടുന്നു. അപ്പോൾ പുള്ളിയെ പിടിച്ചു കഴിഞ്ഞാൽ സിനിമയിലോട്ട് എങ്ങനെയൊക്കെ കയറാം, പുതിയ അവസരങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഞാൻ പുള്ളി എടുത്ത് പോയി നമ്പർ കൊടുക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം ഇവിടുത്തെ ഷൂട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിച്ചു. അത് ഞാൻ ഇത് പറഞ്ഞു, അത് ഭയങ്കര കോമഡിയാണ്. ഞാൻ രാവിലെ കിടന്ന് ഉറങ്ങുക. അപ്പോൾ പുള്ളിയുടെ പേര് ജയറാമെന്നാണ്, ഈ സപ്ലയറിൻ്റെ പേര്. അപ്പോൾ പുള്ളി രാവിലെ ലാൻഡ് ഫോണിലോട്ട് കോൾ ചെയ്യുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഉമ്മ വന്ന് എടുക്കണം. സിറാജിൻ്റെ വീടാണോ? അതെ. ഞാൻ ജയറാമാണ്, സിനിമയെന്നാണ്. സിറാജിനെ സിനിമയിലെടുക്കുക. അപ്പോൾ ഉമ്മ, എടാ ജയറാം സാർ, എടാ ജയറാമേട്ടൻ വിളിക്കപ്പെടാ നിന്നെ സിനിമയിലിട്ടെടുത്ത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞത് ജയറാമേട്ടനോ? അപ്പോൾ എനിക്ക് കിട്ടുന്നില്ല പെട്ടെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോൺ എടുത്ത്, അമ്മേട്ടാ ഞാൻ ജയറാമാണ്, ജൂനിയർ സപ്ലയർ, എങ്ങനെയാ വരുന്നുണ്ടോ? ഒരു പടം വന്നു. ഞാൻ പറഞ്ഞു, അയ്യോ ചേട്ടാ ഞാൻ എണീറ്റതേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ ഒരു പണി, വണ്ടി എടുത്ത് നേരെ CMS കോളേജിലോട്ട് വന്നാൽ മതി, കോട്ടയം, അവിടെയാണ് ഷൂട്ട് എന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ. അപ്പോൾ എൻ്റെ കൂടെ ചേട്ടനും അതുപോലെ തന്നെ ഒറ്റയ്ക്ക് പോകണ്ട, അങ്ങനെ ഇക്കായും വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് പോയി CMS കോളേജിൽ എത്തുന്നു. അതായിരുന്നു ക്ലാസ്മേറ്റ്സ്. പക്ഷെ അന്ന് അറിയില്ല ക്ലാസ്മേറ്റ്സിന്റെ ലൊക്കേഷൻ ആണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവിടെ ഓൾറെഡി നിൽപ്പുണ്ട്. അങ്ങനെ ഞങ്ങൾ കയറുന്നു. അല്ലല്ല, അവിടെ ലാത്തി ചാർജിന് വേണ്ടി നിർത്തിയ ജൂനിയർ ആർട്ടിസ്റ്റുകളായിരുന്നല്ലേ. അങ്ങോട്ട് ചളം വണ്ണം ഞാൻ ഓടുന്നുണ്ട്. ഏതൊക്കെയോ ഷോട്ടിൽ ഇങ്ങനെ ഒരു ഷോട്ടിൽ എനിക്ക് എന്നെ കാണാം. പക്ഷെ ഞാൻ പല തവണ ഞാൻ കാണിക്കാൻ നോക്കിയിട്ട് ആർക്കും ഇതുവരെ നീ ആണോ പോടാ എന്നൊക്കെ പറഞ്ഞു വിട്ടിട്ട് എനിക്കറിയാതെ ഞാനാണ്. അത് ഒരു മാന്ത്രിക ഷോട്ടായിരുന്നു. പിന്നെ മറ്റേ ഈ പാട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഹോളിലുണ്ട്. മറ്റേ എന്റെ കൽവിലെ പാട്ടൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ചെല്ലുന്നന്നാണ് അതിന്റെ ഷൂട്ട് നടക്കുന്നത് അവിടെ.
ആ സമയത്തൊക്കെ ഞാൻ അവിടെ ഇങ്ങനെ പോയി നിൽക്കുന്നൊക്കെ ഉണ്ട്. ലാൽജു സാറിനെ അവിടെ സെറ്റിൽ വെച്ച് കണ്ടത് ലാൽജു സാറ്, രാജീവ് സാറ്, ജഗതി ചേട്ടൻ, പിന്നെ അവരെല്ലാവരും ഫുൾ ക്രൂ, പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, നരേൻ, ജയസൂര്യ, കാവ്യമാധവൻ, അങ്ങനെ ഫുൾ എല്ലാവരെയും അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ വായി വിളിച്ച് നോക്കിക്കോ, അയ്യോ സിനിമ ലൊക്കേഷനിലല്ലേ ഞാൻ നിൽക്കണേ. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഉമ്മേനോട് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കിയത് ആ ജയറാമല്ല വേറെ. പിന്നെ അത് ഞാൻ കൂടുതൽ പറയാൻ മനസ്സിലാക്കൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് തന്നെ എണീറ്റ് റെഡിയായി പോകാൻ വേണ്ടിയുള്ള പരിപാടി നോക്കി. ഈ നജീം കോയയുടെ ഒരു ഇന്റർവ്യൂല് ഇതുപോലെ കണ്ടിരുന്നു. ഇപ്പം സിറാജേട്ടൻ ഇങ്ങനെ കുറെ ചാൻസ് ചോദിക്കായിരുന്നു, അങ്ങനെയാണ് കളിയിലേക്ക് പിന്നെ കാസ്റ്റ് ചെയ്തെന്നുള്ളത്. സോ അതൊരു ആലപ്പുഴ കണക്ഷൻ ആയിരുന്നു നജീം കോയായിട്ടൊക്കെ ഉള്ള. നജീമിക്കായിട്ട് എനിക്ക് അവസരം ചോദിക്കുന്നത് വരെ വലിയ കണക്ഷൻ ഇല്ല. എനിക്കറിയാം നജീം കോയ എന്ന് പറഞ്ഞുകൊണ്ട് ആലപ്പുഴ എന്നൊരു ടീം ഓഫ് സിനിമക്കാർ ഉണ്ട് ഇതൊക്കെ അറിയാം. പക്ഷെ എനിക്ക് പോയി ചോദിക്കാനുള്ളൊരു ധൈര്യമോ റിജക്ഷൻ എനിക്ക് ഇച്ചിരി പേടിയായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോഴും പേടിയാണ് റിജക്ഷൻ. പക്ഷെ എന്നാലും നമ്മുടെ അടുത്ത് ഒരാൾ അവസരം ചോദിച്ചിട്ട് എന്തെങ്കിലും ഒരു റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഡൗൺ ആയി പോകുന്ന എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ആ ഒരു പേടിയാണ് ഞാൻ അവസരങ്ങളൊന്നും ചോദിക്കാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പോയത്. അങ്ങനെ ഒരു ദിവസം എല്ലാവർക്കും അറിയാം, ബ്രദേഴ്സിലെ ബാലൻ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനാണ് ഇങ്ങനെ പറഞ്ഞത്. പുള്ളി ഒരു ജ്യേഷ്ഠതുല്യനായ ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു, നജീം കോയൊക്കെ പടം ചെയ്യാൻ പോകുന്നു, നീ പോയി ചോദിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബാലചേട്ടനാണ് നജീമിക്കടുത്ത് ആദ്യം പറയുന്നത്. പിന്നെ ഞാൻ അവസരം ചോദിച്ചു തുടങ്ങി നജീമിക്കടുത്ത്. നജീകാരൻ അവസാനം നജീകാരൻ നിന്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അയക്കുന്നു. അങ്ങനെ അയച്ചു കൊടുത്തു. പിന്നെ ഒരു ദിവസം എന്നെ ഇങ്ങനെ ഓഡീഷന് വിളിച്ചു. ഓഡീഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം സെലക്ട് ആയെന്ന് പറഞ്ഞു. അങ്ങനെ കളിയിലോട്ടെത്തി. ഇപ്പോഴും ചാൻസ് ചോദിക്കാറുണ്ടോ? ഇപ്പോഴും ചാൻസ് ചോദിക്കാറുണ്ട്. എല്ലാ ഡയറക്ടേഴ്സും ഇപ്പൊ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നമ്മൾ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, ആ ചെയ്ത ക്യാരക്ടർ പോസ്റ്ററുകളൊക്കെ വെച്ചിട്ട് ഞാനൊരു സാധനം വായിക്കും. ഇങ്ങനെ എന്തെങ്കിലും അവസരങ്ങളുണ്ടെങ്കിൽ പറയണം. നമ്മൾ അവസരങ്ങൾ ചോദിക്കണം. ഇപ്പൊ എനിക്ക് ആ ഒരു പേടിയും ആ ഒരു റിജക്ഷന്റെ ഇതൊക്കെ മാറി. ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചോദിച്ചേ പറ്റൂ. നമുക്ക് അവസരങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കാണിക്കാൻ വേണം. നമ്മളൊന്ന് പ്രൂവ് ചെയ്യണം നമ്മുടെ സെൽഫ്, നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ഒരു പ്രൂവ് ചെയ്തതിനു ശേഷം നമുക്ക് ചോദിക്കുന്നതുകൊണ്ടൊക്കെ തെറ്റൊരു കുഴപ്പമില്ല. ഇപ്പൊ ഈ RDXലെയും ഇതിൽ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെല്ലാം ഡിഫറെൻ്റ് ആണ്. പക്ഷെ നമ്മൾ ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ പോലെ ഉണ്ട്. ആ ഒരു രീതിയിലോട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന പോലെ തോന്നുന്നുണ്ടോ? ഇല്ല. ഒരു നമുക്കിപ്പോൾ എന്തിനും രണ്ട് മുഖം ഉണ്ടെന്ന് പറയുന്നത്. ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, അങ്ങനെ തന്നെ അങ്ങനത്തെ ക്യാരക്ടേഴ്സ്, നെഗറ്റീവ് ഷെയ്ഡിലുള്ള ക്യാരക്ടേഴ്സിന് വേണ്ടി മാത്രം വിളിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ അതല്ലാതെ ഇപ്പുറത്ത് എൻ്റെ അടുത്ത് സംസാരിക്കുന്നവരൊക്കെ നിന്നെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും, അല്ലെ നെഗറ്റീവ് ഷെയ്ഡ് മാത്രമല്ല വേറെയും ക്യാരക്ടേഴ്സ് നിന്നെ കൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് നിൽക്കുന്ന സിനിമാക്കാരും ഉണ്ട്. അപ്പം ശരിക്കും കോൾസ് വരുന്നത് എനിക്ക് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനാണല്ലോ. ഇപ്പോൾ എനിക്ക് നല്ല ക്യാരക്ടേഴ്സിന് കോൾസ് വരുന്നുണ്ട്. എനിക്ക് നല്ല 2-3 കഥകൾ ഞാൻ കേട്ടു. ഇതിൽ നിന്ന് മാറ്റി നിർത്തി വേറെ രീതിയിൽ നിന്നെ കൊണ്ടുവരാം എന്ന് ട്രൈ ചെയ്യുന്ന കുറച്ച് ക്രൂ ആൾക്കാരെന്നെ വിളിച്ചു. അതെനിക്ക് ഭയങ്കര എനർജിയും ഒരു പോസിറ്റീവ് സൈനൊക്കെ ആയിരുന്നു അത്. അപ്പം അത് മാത്രം അല്ലാണ്ടും ആൾക്കാർ ചിന്തിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. നല്ലൊരു റൊമാൻറ്റിക് ഹീറോ ലുക്ക് ഉണ്ട്. ആണോ? എനിക്ക് അല്ല അങ്ങനത്തെ ചെയ്യണം. അല്ല ഞാൻ ചെയ്തിട്ടുണ്ട്. അവിയൽ എന്ന് പറഞ്ഞൊരു പടം. ഞാൻ അങ്ങനെ റൊമാൻറ്റിക് ഒന്നും അല്ല, എന്നാലും ഒരു പടം ഭയങ്കര റൊമാൻസ് ഒക്കെ ഫീൽ ചെയ്തിട്ടൊരു പടം ഞാൻ ചെയ്തിട്ടുണ്ട്, അവിയൽ എന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നേ ഈ അനിയത്തി പ്രാവിലെ ചാക്കോച്ചൻ അല്ല അങ്ങനത്തെ ഒരു ക്യാരക്ടറിന് ഭയങ്കര സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഫേസ് പോലെ വരട്ടെ. ആർക്കെങ്കിലും ഇപ്പൊ തോന്നട്ടെ, നല്ല പടങ്ങൾ വരട്ടെ. ഉറപ്പായിട്ടും പുതിയ ഫിലിം മേക്കേഴ്സ് ഒക്കെ ഉറപ്പായിട്ടും. അപ്പൊ എക്സ്പീരിയൻസ് എക്സ്പ്ലോർ ചെയ്യണം താല്പര്യമുള്ള കഥാപാത്രങ്ങൾ ചോദിച്ചാൽ ഏതായിരിക്കും? അങ്ങനെ ഒന്ന് എടുത്തു പറയാനൊന്നുമില്ല എനിക്ക്. നമുക്ക് ഇപ്പോൾ ഒരു ഡയറക്ടർ നമ്മൾ വിളിച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആവും. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും. അവർക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവണമല്ലോ. അങ്ങനെ എനിക്ക് ഇത് തന്നെ അങ്ങനെ ചെയ്യണം എന്നുള്ള ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. എല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആഗ്രഹം, എല്ലാം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇനിയും ഇറങ്ങാൻ പോകുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഇറങ്ങാൻ ഇനി പെഡ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞൊരു പടം റിലീസിനുണ്ട്. അതിൻ്റെ ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല. അത് നല്ലൊരു മൂവി ആയിരിക്കും, നല്ല കോമഡി ത്രില്ലർ മൂവി ആയിരിക്കും, നല്ല രസമുള്ളൊരു മൂവി ആയിരിക്കും. അത് നല്ല പ്രതീക്ഷ ഉണ്ട് അതിൽ. പിന്നെ ഇനി നഹാസിന്റെ അടുത്ത മൂവിയിലും ഭാഗമായിട്ടില്ലേ? ഇല്ല, പോസ്റ്റ് വെറുതെ ഇട്ടേക്കുന്ന. അതൊക്കെ ഞാൻ എടുക്കും. അതൊക്കെ ഞങ്ങളുടെ ഫാമിലി ആണല്ലോ, അതൊക്കെ എന്തായാലും ചെയ്യും. ഈ സിനിമയിൽ വന്നിട്ട് ഒരുപാട് നല്ല സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ. ഈ ഒരു സിനിമ സൗഹൃദങ്ങളെ പറ്റി എന്താ പറയാനുള്ളത്? അത് വരുന്നതിന് മുൻപും ചാൻസ് ചോദിച്ച് നടന്ന സമയത്ത് ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലും ഇപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആവുന്ന ഈ ഒരു ഫേസിലും ആ ഒരു ഡിഫറൻസ്, സിനിമ സൗഹൃദങ്ങളുടെ ആ ഒരു ഡിഫറൻസ് എങ്ങനെയായിരിക്കും? ഞാൻ അവസരങ്ങൾ ചോദിച്ച് നടക്കുന്ന സമയത്തൊന്നും എനിക്ക് സിനിമയിൽ ഒരു ബന്ധമില്ല, ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല, ആരെയും പരിചയമില്ല, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഇപ്പോൾ എനിക്കെന്താ ഫസ്റ്റ് മൂവി തൊട്ട്
പ്രൊഫഷണലി ഒരു സിനിമ ചെയ്യുന്ന ഞാൻ കളിയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ. അവിടെ തൊട്ട് എനിക്ക് ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. ഓരോ സിനിമ കഴിയുമ്പോഴും നമുക്ക് അവിടുന്ന് കുറേ നല്ല മൊമെൻറ്റ്സും നല്ല സുഹൃത്തുക്കളെയും ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെനിക്ക് ഇപ്പോഴും ഉണ്ട്. എനിക്കിപ്പോഴും നല്ല സുഹൃത്തുക്കൾ സിനിമയിൽ കളി തൊട്ടുള്ള സുഹൃത്തുക്കളാണ്. കളിയിൽ നിന്നുള്ള സുഹൃത്തുക്കൾ തന്നെയാണ് ഇപ്പോഴും എൻ്റെ കൂടെ ഉള്ളതും. ഞങ്ങൾ ഒരുമിച്ചാണ് താമസവും 2-3 പേര്. യെസ്. ഈ നേരത്തെ റിജക്ഷന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ സിനിമയിൽ അങ്ങനെ വലിയൊരു റിജക്ഷൻ വല്ലതും ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ടോ? പിന്നെ വന്നിട്ടുണ്ട്. അതൊക്കെ ഉറപ്പായിട്ട് എല്ലാവരുടെ ലൈഫിലും സിനിമാ മോഹവുമായി അഭിനയ മോഹവുമായി നടക്കുന്ന എല്ലാവരുടെ ലൈഫിലും റിജക്ഷൻസ് വന്നു. ആ റിജക്ഷൻസ് വന്ന് നമുക്ക് ആ ഒരു ഇത് മാറുള്ളൂ. നമുക്ക് അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റിജക്ഷൻസ് കിട്ടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്. റിജക്ഷൻ, നമുക്ക് ഒരാളുടെ അടുത്ത് അവസരം ചോദിക്കുമ്പോൾ അവിടെ നിന്ന് റിജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഡൗൺ ആയി പോയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയി. 2-3 സ്വന്തമായിട്ട് പുറത്തേക്ക് ഉറപ്പായിട്ടും നമ്മളല്ലാതെ വേറെ ആരും നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരില്ലല്ലോ. നമുക്ക് മുന്നോട്ട് പോകണേ നമ്മൾ തന്നെ അതിൽ തന്നെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് പോകും. പക്ഷെ അത് ഭയങ്കര പ്രോസസ്സാണ്. നമ്മൾ വർക്ക് ചെയ്ത് മെന്റലി വർക്ക് ചെയ്ത് അതിൽ നിന്നൊക്കെ പുറത്ത് വന്ന് അടുത്ത അവസരം ചോദിക്കാനുള്ള ധൈര്യം അതിൽ നിന്ന് പുറത്ത് വന്നാലേ കിട്ടുള്ളൂ. അതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചോദിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് തോന്നുന്നു അതെ, അവസരങ്ങൾ ചോദിച്ച് പിന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവസരങ്ങൾ ചോദിച്ച് എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അവസരങ്ങൾ ചോദിച്ച് റിജക്ഷനും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 100% യൂസ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഒരു പോളിസി. അവസരമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ആക്ടർ അല്ലെങ്കിൽ ഇങ്ങനൊരു ആക്ടറാകാൻ ആഗ്രഹിച്ച ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ സിനിമ ഇൻഡസ്ട്രിയിൽ വരുന്ന ഒരാൾക്ക് അവസരമാണ് ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ്. ആ അവസരം നമ്മൾ വേണ്ട വിധത്തിൽ എന്താ പറയുക, എക്സ്ക്യൂസ് ഒന്നും പറയാണ്ടോ ചെയ്യാൻ പറ്റുമോ ഇതെന്നെ കൊണ്ട് ചിന്തിക്കാതെ ആ അവസരം യൂസ് ചെയ്യാന്നുള്ളതേ വഴിയുള്ളൂ. ആ അവസരം കണ്ട് നമ്മൾ ചെയ്ത് കണ്ടിട്ട് നമുക്ക് അടുത്ത പടം വരുള്ളൂ, അല്ലെങ്കിൽ അടുത്തൊരു അവസരം കിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ പിന്നെ അടുത്ത പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അവസരങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഏതെങ്കിലും ഒരു കഥാപാത്രം ഇങ്ങനെ കയ്യിലേക്ക് വന്നിട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. ഈ റീസെൻ്റ്ലിയും കൂടെ ഒരു പടം അങ്ങനെ. പക്ഷെ അത് ഒരുപാട് ഞാൻ വർക്ക് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചൊരു സിനിമയായിരുന്നു. പക്ഷെ അത് സിനിമ ഏതാന്ന് പറയില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആ സിനിമ ചെയ്യണമെന്ന്. പക്ഷെ അത് എന്തോ ചെറിയ പ്രശ്നങ്ങൾ കാരണം നടന്നില്ല. ഈ അഭിനയമോഹം ആഗ്രഹിച്ച് ഇപ്പം ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര്, അവർക്കൊരു പ്ലാറ്റ്ഫോം ലൈക്ക് ഈ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഇപ്പം ഉണ്ടല്ലോ. സോ അതിൽ നിന്ന് ഒരുപാട് പേര് ഇപ്പോൾ സിനിമയിലോട്ട് എത്തുന്നുണ്ട്. നമുക്കറിയാം ഇപ്പം വാഴ 2-ലാണേലും ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. അതൊക്കെ കാണുമ്പം എന്താ തോന്നുന്നത് ശരിക്കും? നമുക്കത് ചെയ്യാൻ പറ്റുന്നല്ലോ, അങ്ങനെയല്ല പറ്റുന്നില്ലല്ലോ. അല്ല, അത് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഭാഗ്യമാണ് അത്. ഇപ്പം അങ്ങനെ വന്നിട്ടുള്ളവർക്ക്, കാരണം അവർക്ക് അവരുടെ ആ പ്ലാറ്റ്ഫോമിന് യൂസ് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ അവരായിട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി, അവരുടെ ടാലന്റ് എന്താന്ന് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അത് കുറേ സിനിമ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെന്ന് തോന്നുമ്പോൾ സിനിമയിലോട്ട് അവർക്ക് എത്താൻ പറ്റി. അതൊക്കെ ഭയങ്കര ഭാഗ്യം തന്നെയാണ്. അവരായിട്ട് തന്നെ എഫേർട്ട് ഇട്ട് അവർ പറഞ്ഞ പോലെ അവസരങ്ങൾ ചോദിക്കാണ്ട് തന്നെ ആയിരിക്കും അവർക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടാവുക. അവരുടെ കണ്ടന്റ് കണ്ടിട്ട്, നേരത്തെ പറഞ്ഞത് തന്നെ, നമുക്കൊരു അവസരം കിട്ടുമ്പോൾ നമ്മളോട് 100% ഇടുക. അത് കണ്ടിട്ട് ആൾക്കാർ നമ്മളെ സിനിമയാണ് മോഹമെങ്കിൽ സിനിമയിലോട്ട് വിളിക്കും, അവിടെ വരിക, എത്തുക. അവരുടെയും ലക്ഷ്യം അത് തന്നെ ആയിരിക്കുമല്ലോ. ഓഫ് കോഴ്സ് അവർ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണെങ്കിലും അവരുടെ ലക്ഷ്യം സിനിമ തന്നെ ആയിരിക്കുമല്ലോ. അത് ഭയങ്കര സന്തോഷം അങ്ങനെ എത്തുന്ന. അതങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ഉണ്ട് ഇപ്പോൾ, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് അങ്ങനെ സിനിമയിൽ വന്ന ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കളാണ് ഇപ്പോൾ. അങ്ങനെ അത് ഭയങ്കര സന്തോഷം അങ്ങനെ വരുന്നത് കാണുമ്പോൾ. എനിക്കൊന്നും അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടിയിട്ട് അവിടെ നമ്മുടേതായിട്ടുള്ള കണ്ടന്റ് കാണിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഇപ്പോഴും എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അത് ഭയങ്കര ഫോൺ ക്യാമറയുടെ ഫ്രണ്ട് നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെയല്ല, നമുക്ക് എന്തെങ്കിലും പെർഫോം ചെയ്യണ്ട, നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഓക്കെ. അല്ലാതെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് പെർഫോം ചെയ്യുക, അങ്ങനെ എഫേർട്ട് ഇട്ടിട്ടില്ല ഇതുവരെ. ചിലപ്പം നടക്കുമായിരിക്കും. അങ്ങനെ ഒരു തോട്ട് എനിക്ക് വന്നിട്ടില്ല. ഇപ്പൊ ഒരു ആക്ടറായിട്ട് ഇപ്പം എത്തിയില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നോ ഐഡിയ. ഒരു പിടുത്തമില്ല എനിക്ക് എന്തെങ്കിലും ഞാൻ ചിലപ്പോൾ ഗൾഫിലെല്ലാം പോയി ജോലി ചെയ്ത് ഫാമിലിയൊക്കെ ആയിട്ട് ജീവിച്ചെന്നു തോന്നുന്നു. അല്ലാതെ എനിക്ക് വേറെ ഒരു ഇൻട്രസ്റ്റ് പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ പോലും വരുന്നില്ല. എന്താ ചെയ്യേണ്ട, ബിസിനസ്സോ? അവിടെ ഒരിക്കലും നടക്കില്ല. അല്ലെങ്കിൽ ജോലി ചെയ്യണം. ജോലിയൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു വട്ടം. ഞാൻ മലേഷ്യയിലൊക്കെ വർക്ക് ചെയ്ത് നോക്കിയിട്ടുള്ളൂ. പക്ഷെ അവിടെ നിന്നും എനിക്ക് തിരിച്ചറിവ് വന്നു, നടക്കത്തില്ല. തിരിച്ചു തന്നെ പോയി സിനിമ തന്നെ ട്രൈ ചെയ്യാം.
അങ്ങനെ അത് ഞാൻ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ തിരിച്ചു വന്ന് സിനിമ ട്രൈ ചെയ്യാൻ തുടങ്ങിയതാണ്. ഒന്നും നടക്കൂലെന്ന് തോന്നില്ല. അപ്പൊ ഈ ഇനിഷ്യൽ സ്റ്റേജ് മുതലേ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും സുഹൃത്തുക്കൾ എനിക്കിപ്പോഴും അവർ തന്നെയാണ്. ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അത് നമ്മൾക്ക് എന്താ വേണ്ടതെന്ന് നമുക്ക് എന്തുമാത്രം അറിവുണ്ടോ അതുപോലെ തന്നെ അവർക്കും തിരിച്ചറിവുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് അവർക്കും അറിയാം എനിക്ക് എന്താ വേണ്ടതെന്നുള്ളത്, എന്നെ പോലെ തന്നെ അറിയാം. അപ്പോൾ ഒന്നും ചോദിക്കാനും പറയാനും നിൽക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നു. ഞാൻ പോലും ചോദിക്കാതെ എനിക്ക് ഓരോ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നു സുഹൃത്തുക്കൾ. അന്നും ഉണ്ട് ഇന്നും അതെ. എനിക്ക് ചുറ്റും ഒരുപാട് എന്നെ സഹായിക്കുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. അതാണ് ഞാനിങ്ങനെ നിന്ന് പോകുന്നതും. എനിക്കും ഉത്തരവാദിത്തങ്ങളിപ്പോൾ കുറച്ചും കൂടെ കൂടി. അവർ നമ്മൾ അത്രയും സ്നേഹിക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ എവിടെയെങ്കിലും കാണിച്ചു കൊടുക്കണം. അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ ഈ ഒരു ഗ്രോത്ത് കണ്ടിട്ട് അവരെന്താ പറയുക? ഭയങ്കര സന്തോഷം. അവരുടെ സന്തോഷം കാണുന്നതാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എനിക്ക് ഒരു ഊർജ്ജം കിട്ടുന്നതെന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ ഒരുപാട് എൻ്റെ വളർച്ച കണ്ട് സന്തോഷിക്കുന്ന ഒരുപാട് പേര് എൻ്റെ ചുറ്റുമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് എനിക്ക് കുറച്ചും കൂടെ ഊർജ്ജവും സന്തോഷം തരും. എല്ലാവരുടെ ലൈഫിൽ അങ്ങനത്തെ കുറച്ച് സുഹൃത്തുക്കൾ വേണമല്ലേ? ഭയങ്കര ഉണ്ടാവട്ടെ എല്ലാവർക്കും. ഭയങ്കര എനിക്ക് അത്രയും ബ്ലെസ്ഡ് ആണ് ഞാൻ സുഹൃത്തുക്കൾ. അപ്പോൾ ഇനി ക്രൈം ഫയൽസിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ ബാഹുൽ രമേശ് നമ്മൾ കിഷ്കിന്ധാകാണ്ഡത്തിന് മുന്നേ ആണ് പക്ഷെ ഇത് എഴുതിയതല്ലേ? കിഷ്കിന്ധാകാണ്ഡം ചെയ്ത് കഴിഞ്ഞു. അപ്പം ബാഹുലുമായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ല, അഹമ്മദ് കബീർ ഇവരുടെ കൂടെ വർക്ക് ചെയ്തപ്പം ബാക്കി ആർട്ടിസ്റ്റ് അർജുനായിട്ടാണ് പിന്നെയും കോമ്പിനേഷൻ സീൻ വരുന്നത്. ലാൽ സാറും അവരുമായിട്ടൊന്നും കോമ്പിനേഷൻ സീൻ ഇല്ല. ഈ ടീം അഹമ്മദ് കബീർ, ബാഹുൽ രമേശ് ഇവരായിട്ടൊക്കെ ഉള്ള ഒരു വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര സന്തോഷം. എനിക്ക് ഇവരുടെ ടീമിനെ എനിക്ക് പുറത്തു നിന്ന് അറിയാം. കാരണം എനിക്ക് ഇവരുടെ കൂടെ വർക്ക് ചെയ്ത കുറേ ആർട്ടിസ്റ്റുകൾ എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പം അവർ പറഞ്ഞ് ഇവരുടെ ഒരു വൈബും ഇവരുടെ ഒരു ഫാമിലി പോലെ ഇവരുടെ ക്രൂ അത്. അപ്പോൾ എനിക്ക് ഇവരുടെ കൂടെ വർക്ക് ചെയ്യും, ഇവരെ പരിചയപ്പെടുന്നതിന് മുന്നേ എനിക്ക് ഇവരുടെ ആ ക്രൂവിൻ്റെ ഒരു സ്വഭാവം എനിക്കറിയാം. ഭയങ്കര സ്നേഹത്തിൽ, ഭയങ്കര കെയറിൽ, ഫാമിലിയെ പോലെ ഭയങ്കര ബോണ്ടാണ് ഇവരെല്ലാവരും. അപ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റുമോ, അവരുടെ ടീമോട് കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഭയങ്കര ആഗ്രഹമായിരുന്നു വർക്ക് ചെയ്യണമെന്ന്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ അന്ന് ഒരു പരിചയമില്ലാതെ അഹമ്മദിക്കായി വിളിച്ചിട്ട് ഞാൻ അവസരം ചോദിച്ചേക്കാം. അങ്ങനെ ഒരു കണക്ഷൻ വന്നത് അതുകൊണ്ടാണെന്ന് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നു. അപ്പം അങ്ങനെ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ വർക്ക് ചെയ്യാൻ ചെന്നപ്പോഴും ഞാൻ കേട്ടതും ഞാൻ എക്സ്പെക്ട് ചെയ്തതുമായിട്ടുള്ള രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു സെറ്റിൽ. എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആക്കി, എല്ലാവരും ഭയങ്കര സ്നേഹിച്ച് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നൊരു സെറ്റായിരുന്നു. പിന്നെ ബാഹുലിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഞാൻ ഭയങ്കര അനുഗ്രഹമായിട്ട് കാണുന്നു. കാരണം അങ്ങനെ ഒരു മേക്കിംഗ്, അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് അത്രയും കംഫർട്ടാക്കി ആ ക്യാരക്ടറാക്കി മാറ്റുന്ന ഒരു റൈറ്റർ കൂടെ നിന്ന് ബാഹുവാണ് ഫുള്ള് ക്യാരക്ടറിൻ്റെ ബ്രീഫും ഡീറ്റെയിലും ഒക്കെ പറഞ്ഞായിരുന്നു. അന്ന് കിഷ്കിന്ധാകാണ്ഡം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, കിഷ്കിന്ധാകാണ്ഡം എന്ന് പറഞ്ഞ പടം വരുന്നുണ്ട്, ഗംഭീര പടമായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് പരിപാടി എന്നൊന്നും അറിയില്ല. ഞാൻ കിഷ്കിന്ധാകാണ്ഡം അപ്പോൾ ഇത് ഫുള്ള് വർക്ക് ചെയ്തതിന് ശേഷം കിഷ്കിന്ധാകാണ്ഡം ഞാൻ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ കണ്ട് ഇറങ്ങി ഞാൻ ആദ്യം വിളിക്കുന്ന ബാഹുവിനെ. പക്ഷെ എടുത്തില്ല. ആ സമയത്ത് എടുക്കാൻ പറ്റുന്ന അതിനൊക്കെ തിരക്കിലായിരുന്നു ബാഹു. പക്ഷെ ഞാൻ അത്ര എക്സൈറ്റഡ് ആയിപ്പോയി ഞാൻ കിഷ്കിന്ധാകാണ്ഡം കണ്ടിട്ട്. കാരണം എപ്പോൾ ബാഹുവിനെ കണ്ടാലും കേൾക്കുന്നുണ്ട് കിഷ്കിന്ധാകാണ്ഡം എന്ന് പറഞ്ഞ പടം വരുന്നുണ്ട്. ഞാൻ ബാഹു അല്ല പറയുന്ന, വേറെ ആൾക്കാരായിരിക്കും പറയുന്നത്. പക്ഷെ അത് പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് ഭയങ്കര 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 സന്തോഷമായിരുന്നു ഞാൻ പടം കണ്ടിറങ്ങിയപ്പോൾ. അപ്പോൾ ബാഹുവിനോട് വർക്ക് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഭാഗ്യമാണ്. ബാഹുവിനെ പോലെ റൈറ്ററിൻ്റെ അല്ലെങ്കിൽ മേക്കറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ അഹമ്മദിക്കായും ഭയങ്കര നമുക്ക് നല്ല എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് നല്ല കുറേ സെറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റി, കുറേ ക്രൂവിൻ്റെ കൂടെ. ഞാൻ കേരള ക്രൈം ഫയൽസ് മാത്രമല്ല പറഞ്ഞത്, ഞാൻ വർക്ക് ചെയ്ത് ഏത് സെറ്റ് എടുത്താലും ഭയങ്കര ബ്യൂട്ടിഫുൾ സെറ്റായിരുന്നു. ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റിനെ കംഫർട്ടാക്കാൻ പറ്റുന്ന ഒരു സെറ്റിലാണ് ഞാൻ വർക്ക് ചെയ്തതെല്ലാം. അത് ഭയങ്കര സന്തോഷം. സെക്കൻഡ് ആണ് ക്ലൈമാക്സിൻ ഷൂട്ട് ചെയ്തതെന്ന് ഞാൻ കേട്ടിരുന്നു. ക്ലൈമാക്സ് അല്ല, ആ ഇമോഷണൽ സീൻസ്. അതുപോലെ തന്നെ ഡയലോഗ്സിലും ഈ ബാഹുൽ എഴുതിയേക്കുന്ന രീതി തന്നെ വേണം എന്നുണ്ടായിരുന്നു. അത് ഭയങ്കര അത് ഞാൻ ചെയ്തു വന്നിരുന്നൊരു സ്കൂൾ ഓഫ് അങ്ങനെ അല്ലായിരുന്നു. സ്കൂള് നമുക്ക് ഒരു സീൻ തരും, ആ സീനിൽ നീ എങ്ങനെയാണോ പറയുന്നത് അത് ഓക്കെ ആണോ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം, ഇങ്ങനെയല്ലേ ഉള്ളൂ. അല്ല വേറെ അത്ര ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ലല്ലോ. പിന്നെ ചെയ്ത ആ ലീഡാണെങ്കിലും എനിക്ക് അറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള അറിയാം. അതുകൊണ്ട് വലിയ കൺഫ്യൂഷൻ ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും എൻ്റെ പ്ലാൻ മൊത്തം തെറ്റി. ഇപ്പോൾ നമുക്കൊരു ഡയലോഗ് തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യും. നമ്മൾ
പെർഫോം ചെയ്യുന്ന സമയത്ത് നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആ ഡയലോഗിൽ വീഴും. ഇവിടെ അത് അനുവദിച്ചില്ല എന്നെ. നമ്മൾ ഒരു ഡയലോഗിന് ശേഷമുള്ള ഒരു ഗ്യാപ്പ് പോലും ബാഹു പറഞ്ഞു തരും. കാരണം ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു നോർമൽ കോമൺ വാക്ക് നമ്മൾ പറയുമ്പോൾ അതിലൊരു ഗ്യാപ്പ് വന്ന് അതിനർത്ഥം മാറി. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് പറഞ്ഞു തന്നു ബാഹു. അതിനർത്ഥം മാറി. നമ്മൾ ഒരു ഗ്യാപ്പിലും ആ വേർഡിന്റെ അർത്ഥം മാറും. അതും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. അപ്പൊ പിന്നെ പെർഫോം ചെയ്യണം, അതിന്റെ പുറകെ ഡയലോഗും തെറ്റിക്കാണ്ട് പറയണം എന്നുള്ള ടെൻഷനായി. പിന്നെ അത് ഇത്രയും ഇമോഷൻ സീൻസൊക്കെ എനിക്ക് ഈ ആ ഇമോഷൻ സീൻ ഉണ്ടല്ലോ, ഞാനും ബാബു സാറും തമ്മിൽ പറയുന്ന ഒരു ഇമോഷൻ സീൻ ഉണ്ടല്ലോ, അച്ഛനെ പറ്റി പറയുന്ന സീൻ. ഈ സീൻ എനിക്ക് 2-3 ദിവസം മുന്നേ ഡയലോഗ് തന്നിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ബാഹു പറഞ്ഞത്, ആസ് എ മേക്കർ ഞങ്ങൾക്കും ആസ് എ പെർഫോമർ അല്ലെ ആസ് എൻ ആർട്ടിസ്റ്റ് നിനക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു സീനാണ്, ഈ വെബ് സീരീസിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സീനാണ്, അത് നിൻ്റെ കയ്യിലാണ്, അത് ഗംഭീരമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ടെൻഷനായി. അയ്യോ എന്താ ഞാൻ ചെയ്യണ്ടേ. അപ്പം ഞാൻ കൊണ്ടലിൻ്റെ ഷൂട്ടൊക്കെ നടക്കുന്ന സമയത്ത് ബോട്ടിലിരുന്ന് എൻ്റെ മൈൻഡ് മൊത്തം ഈ ഡയലോഗ്സാണ്. അപ്പോൾ എല്ലാവരും വന്ന് ചോദിക്കും എന്താണ് ഇവിടെ മൊത്തം ഈ ഡയലോഗ്സ്. എൻ്റെ ഫോണിൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഏതെങ്കിലും ബോട്ടിൽ ഏതെങ്കിലും, ഞങ്ങൾ എല്ലാ ആർട്ടിസ്റ്റുകളും ബോട്ടിൽ വേണം, പക്ഷെ എല്ലാവർക്കും ഷൂട്ട് ഉണ്ടാവില്ല ചില ദിവസങ്ങളിൽ, പക്ഷെ ബോട്ടിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഫുൾ ടൈം മോസ്റ്റ് ഓഫ് ദ ടൈം ഫ്രീ ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ബോട്ടിൽ ഏതെങ്കിലുമൊക്കെ മൂലയിൽ കടലിലൊക്കെ നോക്കിയിരുന്നു ഈ ഡയലോഗ് പറഞ്ഞിരിക്കില്ല എപ്പോഴും പണി. അങ്ങനെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി എന്താടാ, ഒന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. 3 ദിവസം കണ്ടിന്യൂസ് ബോട്ടിലിരുന്ന് പ്രാക്ടീസ്. 3 ദിവസം ഫ്രീ ടൈമിലൊക്കെ എൻ്റെ മൈൻഡ് മൊത്തം ഈ ഡയലോഗ്. കാരണം ഓൾറെഡി അങ്ങനെ പറഞ്ഞല്ലോ ബാബു, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സീനാണ്. അങ്ങനെ റൂമിലൊക്കെ വന്നിട്ട് ഞാൻ പതിവില്ലാതെ പ്രിപ്പറേഷനൊക്കെ ചെയ്തു തുടങ്ങി. എനിക്ക് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ പ്രോസസ്സൊന്നും ഇല്ല. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ വേണ്ടേ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ. അപ്പോൾ ഈ ഡയലോഗ് എനിക്ക് ഓൾറെഡി ഒരു നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഞാനൊന്ന് പറഞ്ഞു നോക്കി. നമുക്ക് ഈ ഡയലോഗ് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു ഇമോഷൻ വെച്ചിട്ട് ഞാനൊരു സീൻ ഓൾറെഡി മനസ്സിൽ ഇങ്ങനെ പോയി ചെയ്ത് നോക്കാം, ചിലപ്പോൾ സെറ്റാകും എന്നുള്ള രീതിയിൽ പോയി. എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പം ഞാൻ ചെല്ലുമ്പോൾ എനിക്കറിയാം ഈ സീനാണ് എടുക്കുന്ന അടുത്ത ദിവസം എന്നറിയാം. ഉള്ളിലൊട്ടും കോൺഫിഡൻസ് ഇല്ല, പക്ഷെ ഞാൻ പുറത്ത് കാണിക്കാണ്ട് വാ ചെയ്യാം, പിടിയാം, വാ, അടിപൊളി, വാ, റെഡി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഒറ്റ ടേക്കിൽ എടുക്കണം. ഇത് ഫുള്ള് ഓരോ ഷോട്ട് ബൈ ഷോട്ട് ഒറ്റ ടേക്കിലാണ് പോയത്. പല ആംഗിളിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിലും ഓരോ ആംഗിളിൽ എടുത്താലും ഒറ്റ ടേക്കിലാണ് ഫുൾ ഡയലോഗ് പോണേ. മൾട്ടിപ്പിൾ ക്യാമറ അല്ലല്ലോ, ഒറ്റ ക്യാമറയേ ഉള്ളൂ, പക്ഷെ പല പല ആംഗിളിൽ എടുക്കുമ്പോഴും ഒറ്റ ടേക്കിൽ നമ്മൾ പറയണം. അപ്പൊ ഞാൻ ആദ്യത്തെ ഷോട്ടിന് വന്നിരുന്നു, ഒട്ടും കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ എല്ലാവരും അടിപൊളി എന്നൊക്കെ പറയാം, പൊളിക്കും ഞാൻ എന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ ആ ഡയലോഗ് ഒറ്റ ടേക്കിൽ പറഞ്ഞു കേട്ടോ. പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഇവരെ നോക്കിയപ്പോൾ ബാഹു ഓടി വന്നിട്ട് ഇതല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അല്ലല്ലേ, പിന്നെ എങ്ങനെയാ. പിന്നെ ബാഹു ഇരുന്ന് പറഞ്ഞു തന്നു ഇങ്ങനെ ഞാൻ ഇട്ട കുറേ കാര്യങ്ങൾ അവിടെ. ഇപ്പം ഞാൻ സങ്കടപ്പെട്ടാണ് പറഞ്ഞെങ്കിൽ അവിടെ ചിരിച്ച് പറഞ്ഞാൽ മതി എന്ന്. അങ്ങനെ അല്ലല്ലോ ഇതിനകത്ത്, അങ്ങനെയാണ്, അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ബാഹു പറഞ്ഞു തന്നു. അത് വെച്ചിട്ടാണ് പിന്നെയുള്ള ഷോർട്സുകൾ വന്നത്. എനിക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ടെൻഷനായി, വെള്ളം തരുമോ, പണ്ട് ഇന്നസെന്റ് ചോദിക്കുന്നില്ല, വെള്ളം ഇച്ചിരി തരുമോ, അങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങി. പക്ഷെ രസമായിരുന്നു, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ അധിക ദൂരം അധിക ടേക്കുകളൊന്നും പോകാണ്ട് ചെയ്യാൻ പറ്റി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഓരോ ആംഗിളിലും സെയിം മോഡുലേഷൻ, സെയിം എക്സ്പ്രഷൻ, ഒറ്റ ടേക്ക് പോകാൻ വേണം. ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു, പക്ഷെ ഭയങ്കര രസമായിരുന്നു. അതിന്റെ ഫ്രണ്ടിലിരിക്കുന്ന ജിജോയ് ചേട്ടനുണ്ടല്ലോ, പഴയ സിനിമ, പുള്ളിയുടെ ഒരു തിരിച്ചുവരവായിരുന്നു പടം, വെബ് സീരീസ്. ആ പുള്ളി ഓൾറെഡി ആക്ടിങ് ട്രെയിനറൊക്കെ ആണല്ലോ. അപ്പോൾ എൻ്റെ ഈ വെപ്രാളവും ടെൻഷനൊക്കെ കണ്ടിട്ട് പുള്ളി മോനെ ഞാൻ പറഞ്ഞുതരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊരു മെത്തേഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പുള്ളിയുടേതായിട്ടുള്ള മെത്തേഡൊക്കെ, ഇത്രയും വലിയ ഡയലോഗ് പറയണമല്ലോ, പുള്ളിയെ കുറച്ചും കൂടി ഈസി ആകുന്ന രീതിയിൽ എനിക്ക് ഇതിങ്ങനെ ഡിവൈഡ് ചെയ്തൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞു തന്നു. ഞാൻ പുള്ളിയും ഹെൽപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി, ഇത് ഭയങ്കര കൈവിട്ട് പോവാണല്ലോ, ഇത് ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ലല്ലോ. പിന്നെ ഈ ഡയലോഗ് ബാഹു എഴുതി വെച്ചിരിക്കുന്ന അതുപോലെ നമ്മൾ പറയുകയും വേണം. ആ ടെൻഷനുമായി. പക്ഷെ എങ്ങനെയൊക്കെയോ അത് അതിഗംഭീരമായി വന്നു, എല്ലാവരും നല്ല അഭിപ്രായം. പക്ഷെ അവിടുന്ന് കഥയുടെ ഒരു സാധനം മാറുക, കംപ്ലീറ്റ് ഗ്രാഫ് അങ്ങോട്ട് മാറി. അത് എന്തും അവിടെ നിന്ന് അന്ന് പറയുന്നുണ്ടല്ലോ, ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സീനാണ്, ഒരു മേക്കർ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്കും ആക്ടർ എന്നുള്ള രീതിയിൽ നീ പെർഫോം ചെയ്യേണ്ട ഒരു സീനാണെന്ന് പറയുന്നത്. അത് എന്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മളത് പ്രിവ്യൂ തിയേറ്ററിൽ നിന്ന് കണ്ടപ്പോഴാണ് ഓക്കേ എന്ന് എനിക്കും കൂടെ ഒന്ന് 100% ആകുന്നു. അവിടെ നിന്നാണ് കാണുന്നത്? ഞാൻ തിയേറ്ററിൽ നിന്നാണ് ഫുള്ള് കാണുന്നത്. ഡബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ
നമ്മുടെ പോഷൻ മാത്രം കണ്ടുപോകാണല്ലോ. എനിക്ക് കഥ അറിയില്ല, എന്താ പരിപാടി, എങ്ങനെയാ എന്നിലോട്ട് എത്തുന്നതെന്നോ ഒന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ ഫുള്ള് കാണുന്നത് ഫസ്റ്റ് പ്രിവ്യൂവിനാണ്. ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമായിരുന്നു. ഇപ്പൊ ഈ കഥാപാത്രങ്ങൾ ചൂസ് ചെയ്യുന്നതാണോ അതോ വരുന്ന കഥാപാത്രങ്ങൾ എല്ലാം വരുന്ന കഥാപാത്രം ചൂസ് ചെയ്യാൻ മാത്രമുള്ള സ്ക്രിപ്റ്റ് ഒന്നും വരുന്നില്ല. വരുന്ന കഥാപാത്രങ്ങൾ ചെയ്യാന്നല്ല. ഞാൻ ഒന്നും അങ്ങനെ റിജക്റ്റ് ചെയ്തായിട്ടൊന്നും എനിക്ക് അങ്ങനെയൊന്നും റിജക്റ്റ് ചെയ്യാൻ മാത്രമുള്ള വരുന്നില്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞാൽ നമ്മൾ ചെയ്ത കഥാപാത്രം കണ്ടിട്ടേ എനിക്ക് അടുത്ത പടം വന്നിട്ടുള്ളൂ. ആര് വിളിച്ചാലും അത് അടിപൊളിയായിരുന്നു, അതാണ് അപ്പൊ പിന്നെ ഇത് ചെയ്യാൻ പറ്റും ബ്രോന്, അങ്ങനെ വന്നിട്ടാണ്. ആർഡിഎക്സിന് ശേഷമാണ് എനിക്ക് സിനിമകൾ വന്നു തുടങ്ങിയത് ശരിക്കും. ആർഡിഎക്സിന് ശേഷം ഞാൻ കൊണ്ടിൽ ചെയ്തു, 1000 ബേബീസ്, കേരള ക്രൈം ഫയൽസ്, ഇതെല്ലാം നമ്മൾ ചെയ്ത് വെച്ചത് കണ്ടിട്ട് ഇവനെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസിലാണ് മേക്കേഴ്സ് നമ്മൾ വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് വന്നൊന്നും റിജക്ട് ചെയ്തിട്ടില്ല. ഞാൻ സെലക്ഷൻ പ്രോസസ് ഒന്നും ഇല്ല കേട്ടോ എനിക്ക്. അനുഗ്രഹം കൊണ്ട് വരുന്നതെല്ലാം നല്ല കഥാപാത്രങ്ങളും നല്ല ചെയ്യുന്ന കഥാപാത്രങ്ങള് പ്രേക്ഷകരിലേക്ക് ആ ഒരു ഇമ്പാക്റ്റോടെ തന്നെ എത്തുന്നതായിട്ടുള്ള എല്ലാം. അപ്പൊ ഇനിയും ഭാവിയിലും അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ മാത്രം വരട്ടെ. ഒരുപാട് ആഗ്രഹിച്ചൊരു രീതിയിൽ കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഇപ്പം നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തു പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ടായിരുന്നു, ഈ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ആണ് ഇപ്പം പണ്ടത്തെ വില്ലന്മാരും ഇപ്പോഴത്തെ വില്ലന്മാരും തമ്മിൽ വ്യത്യാസമുണ്ട്. പണ്ട് വില്ലൻ കഥാപാത്രങ്ങളെ ഓഡിയൻസ് അങ്ങനെ തന്നെ കാണുമായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് കുറെ കൂടെ അപ്രിഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. സോ വില്ലൻ കഥാപാത്രം ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എവിടെന്നെങ്കിലും ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് വന്നിട്ടുണ്ടോ? എങ്ങനെ? അതായത് വില്ലന്മാരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ? അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് വില്ലന്മാരെ കുറച്ചും കൂടെ സെലിബ്രേറ്റ് ചെയ്ത ആർഡിഎക്സിന് ശേഷമാണെന്ന് തോന്നുന്നു. എല്ലാ വില്ലന്മാർക്കും അത് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത്. അതായത് ഞാനും ഇതിൽ അഭിനയിച്ച മിഥുൻ എല്ലാം ഞങ്ങൾ ഡബ്ബിങ്ങിന് വന്നപ്പോൾ പറഞ്ഞേ, നമ്മളെ പ്രൊമോഷനൊന്നും വിളിക്കും തോന്നില്ല, നമ്മൾ കുറച്ച് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള പ്രൊമോഷൻസ് ഒക്കെ എടുത്താലേ നമുക്ക് ഫ്യൂച്ചറിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഡബ്ബിങ് സമയത്ത് പറയുന്നുണ്ട്. പക്ഷേ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഞങ്ങളെ വില്ലന്മാരെ ഇന്റർവ്യൂസിന് വിളിച്ചു തുടങ്ങി, ഒന്ന് സെലിബ്രേറ്റ് ചെയ്ത് തുടങ്ങി വില്ലന്മാരെ. എനിക്കൊന്നും അത് ഭയങ്കര ഒരു ഭാഗ്യമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇപ്പൊ പുറത്തു പോയി നിന്നാലും കുട്ടികൾ ഒരുപാട് ഓടി വരും, ആർഡിഎക്സിലെ ആ ചേട്ടനല്ലേ, രതീഷ് ചേട്ടനല്ലേ എന്നും പറഞ്ഞ് ഓടി വരും. അപ്പൊ കുട്ടികൾ ഓടി വരുന്ന കാണുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ചിന്തിക്കുന്ന ഇങ്ങനെ, കുട്ടികൾക്കൊക്കെ ഭയങ്കര വില്ലനെ കാണുന്നു എന്നുള്ള സാധനമൊന്നുമില്ല, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ക്യാരക്ടർ, ഭയങ്കരമായിട്ട് അവരിൽ കുട്ടികളിലോട്ടും എത്തിയല്ലോ എന്നുള്ളത്. അതുകൊണ്ട് ഈ വില്ലനിസം കാണിക്കുന്നവരെ വില്ലനായിട്ട് കാണുന്നു എന്നുള്ള തോട്ടൊന്നും ഈ പറഞ്ഞ പോലെ ഇല്ലെന്ന് തോന്നുന്നു. പെർഫോമർ ആയെന്ന് എല്ലാവരും പെർഫോം ചെയ്യാണെന്നുള്ളൊരു തോട്ട് വന്നു എല്ലാവർക്കും. പിന്നെ ഉറപ്പായിട്ടും ആൾക്കാരുടെ മൈൻഡൊക്കെ ഒരുപാട് മാറിയിട്ടില്ല. അപ്പൊ എന്തായാലും ഇതുപോലത്തെ നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനിയും തേടി എത്തട്ടെ എന്ന് തന്നെ ആശംസിക്കുന്ന. ക്രൈം ഫയൽസ് ഇപ്പൊ തന്നെ ട്രെൻഡിങ്ങിലാണ്, ഹോട്ട്സ്റ്റാറിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഇനിയും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.